ഹായ് ഫ്രണ്ട്സ്, ജോബിയാണേ. ഞാനിന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടനാട്ടിലും ഇത് കണക്ക് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും വലിയ സങ്കടകരമായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന പ്ലാവ് ഓരോ വെള്ളപ്പൊക്കം കഴിയുമ്പോൾ പ്ലാവ് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ പ്ലാവ് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി 1999 9/9/1999 എന്ന് പറയുന്ന ദിവസം ഞാനൊരു പ്ലാവ് വെക്കുകയുണ്ടായി. ആ പ്ലാവ് വെച്ചപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തൊരു സൂത്രപ്പണി ചെയ്തു. അത് ഒരു പ്രായമുള്ള ഒരു അച്ചായനാണ് എന്നോട് പറഞ്ഞത്, നീ ഇങ്ങനെ ഒരു ദിവസം വരുന്നുണ്ട്, ഇനി ഈ 9/9/1999 എന്ന് പറയുന്ന ഈ ഒരു ഇത്രയും 9കൾ വരുന്ന ഒരു ഡേറ്റ് ഇനി എങ്ങാണ്ട് 100 വർഷം കഴിഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളൂ. അന്നത്തെ ദിവസം നീ എന്തെങ്കിലും ചെടികളോ മരങ്ങളോ വെക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ ഒരു തെങ്ങും ഒരു പ്ലാവുമാണ് വെച്ചത്. അപ്പോൾ ഈ പ്ലാവ് വെച്ചപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് പ്ലാവ് പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു സൂത്രപ്പണി ചെയ്തു. അതെന്താണെന്ന് നമുക്ക് കാണാം. ഇത് കണ്ടോ, ഈ ഇത്തവണത്തെ ഈ ചെറിയ വെള്ളപ്പൊക്കത്തിൽ ഉണങ്ങിപ്പോയ പ്ലാവ് ഉണ്ടോ? ഇത് വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ ചെയ്തതാണ്. അമ്മച്ചി ഇതിനെ ഒരു ചാക്കിനകത്ത് ഉണ്ടോ, ഒരു ചെറിയൊരു ചാക്കിനകത്ത് അങ്ങാണ്ട് കുരുവിട്ട് കിളിപ്പിച്ചു. പക്ഷേ ഈ പ്ലാവ് ഉണങ്ങിപ്പോയി, അത് പോയി. ഇനിയിപ്പോൾ ഇത് വെട്ടിക്കളയണം. പക്ഷെ ഞാൻ അന്ന് വെച്ച പ്ലാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇത് 2018 പ്രളയത്തിൽ ഉണങ്ങിപ്പോയ ഒരു പ്ലാവാണിത്. ഇതേ സെയിം സമയത്താണ് നമ്മൾ ഈ ഒരു മറ്റേ പ്ലാവും ചെയ്തിരിക്കുന്നത്. അത് കാണാൻ സാധിക്കും. ഇതാണ് ഞാൻ ആ പറഞ്ഞ പ്ലാവ്. ഇത് ആണ് 9/9/1999 ഞാൻ വെച്ച പ്ലാവാണിത്. ഉണ്ടോ, ഇത് ഇത്തവണത്തെ വെള്ളപ്പൊക്കം വന്നിട്ടും ഇതിന് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അന്ന് ഞാൻ ചെയ്ത പണി എന്താണെന്നറിയണം. നമ്മൾ കുട്ടനാട്ടിൽ ഒരു പ്ലാവ് വെക്കുകയാണെങ്കിൽ ആദ്യം ആ പ്ലാവ് വെക്കുന്നതിൻ്റെ അടിയിൽ നമുക്ക് എത്രത്തോളം വലിപ്പം കിട്ടാൻ പറ്റുന്ന ഒരു കരിങ്കല്ല്, നല്ല രീതിയിലുള്ള ഒരു കരിങ്കല്ല് ആദ്യം ഈ പ്ലാവ് വെക്കുന്നതിനേക്കാൾ മുന്നേ ഒരു കുഴി ഉണ്ടാക്കി കരിങ്കല്ലവിടെ ഇടുക. ഈ കരിങ്കല്ലിട്ടതിന് ശേഷം അതിനകത്ത് നമ്മൾ വേണ്ട വളങ്ങളും എല്ലാം ഇട്ടിട്ട് ചെടിയെ അവിടേക്ക് ഇറക്കി വെക്കുക. അപ്പം അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പ്ലാവ് പോലുള്ള ചെടികൾ നിങ്ങൾ കണ്ടില്ല, ഈ തായ്വേര് ഏറ്റവും താഴോട്ടാണ് പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ പ്ലാവ് വെക്കുമ്പം ഇതിൻ്റെ തായ്വേര് ആ കല്ലേലിടിച്ചിട്ട് ചെരിഞ്ഞ് സൈഡിലേക്കായിട്ട് വേരുകൾ ഓടാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പം പെട്ടെന്ന് ഈ വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്ക് ഈ തായ്വേര് ഉണങ്ങിപ്പോകാതെ ചീഞ്ഞു പോകാതെ രക്ഷപ്പെടുന്നത് കൊണ്ടാണ് പ്ലാവ് ഒരു കുഴപ്പവും വരാത്തത്. പ്രളയത്തിനൊക്കെ ഇത്രയും പൊക്കം വരെ വെള്ളം വന്ന ഇതിന്, എന്നിട്ടും അതിനൊരു കുഴപ്പവും സംഭവിച്ചില്ല. അത് അനുഭവത്തിൽ നിന്നുള്ളൊരു കാര്യമാണ്. അന്ന് ഞാൻ +2 പഠിക്കുന്ന സമയമാണ് കേട്ടോ.